ആയി വീട്ടിലാ. ഞാൻ ഒരു രാത്രിയില്ല നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. എന്തെന്നാന്നറിയണ്ടേ, നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എത്രയാണെന്നറിയണ്ടേ? 1000. എല്ലാവരും തന്ന സ്നേഹത്തിനും നന്ദിക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അപ്പം ഞങ്ങളുടെ വീട്ടിലെ കേക്ക് മുറിച്ച് ഞങ്ങൾ ആഘോഷിക്കുക. അപ്പോൾ ഞങ്ങളുടെ വീട്ടുകാർ, അപ്പനും അമ്മയും ഞാനും അതേ ഉള്ളൂ. പിന്നെ കേക്ക് വേറെ ആർക്കും കൊണ്ട് താഴെ 1-2 പേർക്ക് കൊടുക്കുന്നുണ്ട് കേക്ക്. അപ്പോൾ കേക്ക് മുറിക്കുന്ന ആരാന്നറിയണ്ടേ? ഞങ്ങളുടെ അവിടുത്തെ പൂച്ച ചക്കിക്കുട്ടനാണ് ഞാൻ കേക്ക് മുറിക്കും. ഞാനാണ് ചക്കിക്കുട്ടനെ കൈക്ക് പിടിച്ച് കേക്ക് മുറിപ്പിക്കുന്നതെന്ന് ഞാൻ തന്നെയാണ്. ഇപ്പോൾ ഒരു ട്രോൾ വീഡിയോസ് ഒന്നായിട്ടൊന്നും കാണുകയൊന്നും ചെയ്യരുത്. അപ്പോൾ ഒരു വെറൈറ്റി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ ആരും ഇത് യൂട്യൂബിൽ ആരും ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് അറിയത്തൊന്നുമില്ല. അപ്പം നമ്മൾ തന്നെ ചെയ്യുക കാര്യങ്ങളൊക്കെ. അപ്പോൾ കേക്ക് മുറിക്കുന്നത് കാണണ്ടേ? ഈ കേക്ക് വേറെ ആരും ചെയ്തതല്ല, ഞാൻ തന്നെ ചെയ്താ. നമ്മുടെ സ്വന്തം കയ്യാൽ 10 വർഷത്തെ ബേക്കറി എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. അങ്ങനെ ഞാൻ ചെയ്തതാ ഈ എൻ്റെ കേക്ക് കാണണ്ടേ? ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ വെറൈറ്റി മോഡൽ കേക്ക്. കേക്കിൻ്റെ പല പല രീതികൾ ഞാൻ പരീക്ഷിക്കുന്നുണ്ട്. ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, റെഡ് ഫോറസ്റ്റ്, വാഞ്ചോ, ബ്ലൂബെറി, സ്ട്രോബെറി, മാംഗോടേത്, അങ്ങനെ പിസ്ത, അങ്ങനെ ഒരുപാട് കളറുണ്ട്. ഇപ്പം എൻ്റെ അറിവിൽ തന്നെ ഞാനിപ്പോൾ 10 വർഷത്തിനിടയിൽ ബേക്കറി ഫീൽഡിനകത്ത് ഐസിങ്ങിൻ്റെ വേറെ മാത്രമായിട്ട് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോൾ ഒരു 4 വർഷം. ഈ 4 വർഷത്തിനിടയിൽ എത്ര കേക്ക് ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. കാരണം എൻ്റെ അറിവിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 1,00,000-ന് മുകളിൽ കേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം തന്നെ ഞങ്ങൾ പല സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ 20-25 കേക്കിന് മുകളിൽ ഒരു ദിവസം തന്നെ ചെയ്യും. അപ്പോൾ ഇത്രയും ദിവസം എത്ര കേക്ക് ചെയ്തുകൊണ്ട് എനിക്കറിയത്തില്ല, ഓർമ്മയില്ല. അപ്പം ഞാൻ ചെയ്ത ഒരു കേക്ക് എൻ്റെ ഏപ്രിൽ 4-ാം തീയതി എൻ്റെ ബർത്ത്ഡേ. ആ ബർത്ത്ഡേക്ക് പോലും ഞാൻ കേക്ക് മുറിച്ച് കട്ട് ചെയ്തില്ല. എന്താണെന്നറിയണ്ടേ? എനിക്ക് 1000 സബ്സ്ക്രൈബറായിട്ടേ ഞാൻ കേക്ക് കട്ട് ചെയ്യത്തുള്ളൂ. അതായിരുന്നു. ഇപ്പം എനിക്ക് 1000 സബ്സ്ക്രൈബറായി. എന്നെ സംബന്ധിച്ച് 1000 സബ്സ്ക്രൈബർ എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെറുതായിരിക്കും, ഇത്രയും ചെറുതായിരിക്കും. പക്ഷെ എനിക്കതല്ല, എനിക്കത് പറഞ്ഞാൽ ഭയങ്കര വലുതായിരിക്കും. എന്തായാലും നമുക്കും കുറച്ചുകൂടെ അങ്ങോട്ട് മുന്നോട്ട് പടിപടിയായിട്ട് പോകണം. ഇതാണ് നമ്മുടെ ചാനലിലെ പേര്, ഷാജീസ് കുറിയന്നു വ്ലോഗ്. 1000 സബ്സ്ക്രൈബേഴ്സ്. പൂ വയ്ക്കാൻ മനോഹര സ്ഥലം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഈ 2 സൈഡിലും നമ്മൾ പൂ വച്ചേക്കുന്നത്. ഇത് ഒല്ലി ഓറിയോയുടെ കേക്കിൻ്റെ ഭാഗങ്ങൾ. ഇത് കോംപ്ലക്സാണ്. ഇത് വെറൈറ്റി ഒരു ഫാഷനാണ്. ഇത് വേറെ എവിടെയും കിട്ടത്തില്ല. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇത് നമ്പർ കിടപ്പുണ്ട്. ആവശ്യമുള്ളവർ വിളിക്കുക. ആവശ്യമുള്ള കേക്ക് എൻ്റെ പേര് പറഞ്ഞാൽ അത് ഇച്ചിരി അഡ്ജസ്റ്റ്മെന്റിലൊക്കെ എല്ലാവർക്കും കേക്ക് കൊടുക്കുന്നതായിരിക്കും, ഇച്ചിരി ഓഫറിൽ. അപ്പോൾ കേക്ക് മനോഹരമായ കേക്കാണ്. ഇഷ്ടപ്പെട്ടല്ലോ എല്ലാവർക്കും? ഇത് നമ്മുടെ ചക്കിക്കുട്ടനുള്ള പാത്രമാണ്. ചക്കിക്കാണ് ആദ്യത്തെ കേക്ക് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പനും അമ്മയ്ക്കും ബാക്കിയുള്ള കട്ട് ചെയ്ത് താഴെ ഒരു വീട്ടിൽ കൊടുക്കും. എന്ത് മനോഹരമായ കാഴ്ച! നമ്മുടെ വീട്ടിൽ ഇത്രയും നല്ല കേക്ക് എത്ര ദിവസത്തിന് ശേഷം മുറിച്ചിട്ടുള്ളത്? ഓർമ്മയില്ലല്ലേ? നമ്മുടെ വീട്ടിൽ കേക്ക് അതുകൊണ്ട് മേടിച്ചിട്ടില്ലല്ലോ. പിടിച്ചോ, ഓണം. ആ കേക്കിനകത്തോട്ട് കിട്ടണം. അമ്മ അവിടെ നിന്നോ? അവിടെ പോയി നിക്കടേ. അവിടെ പോയി നിക്കേ. കേക്കിന്റെ കീഴേ ഇല്ലേ? ചക്കി അങ്ങോട്ട് വലിയ വരട്ടെ. ചക്കി നമ്മക്കേ 1000 സബ്സ്ക്രൈബർ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ
നിന്നെ വെച്ച് എന്തിനാ ഈ മുറിക്കുന്നതെന്ന് അറിയാവോ? നമ്മൾ രണ്ടുള്ള നിനക്ക് ഒരുപാട് ഫ്രാൻസ് ഉണ്ട് ചക്കിക്ക്. ഫ്രാൻസ് ഉള്ളതുകൊണ്ടാണ് ചക്കിക്കുട്ടനെ വെച്ച് കേക്ക് നമ്മൾ മുറിപ്പിക്കുന്നത്. അതൊക്കെ ചെറിയൊരു സുഖമില്ലായ്മ പോലെ ഉണ്ട്. അപ്പൊ കുറച്ച് കേക്കേ കൊടുക്കുന്നുള്ളൂ. ഇത് ആൺപൂച്ചയാ. ഇത് നമ്മുടെ റാന്നി ചെറുവക്കാട്ട് ബേക്കറി, നമ്മുടെ ഓർമ്മയുടെ പരിസരത്ത് നിന്ന് തന്നെ ഉണ്ട്. ഇത് ആള് ഇവിടത്തുകാരനൊന്നുമല്ല, വിദേശിയാ. അത് കഷ്ടപ്പെട്ട് അവിടുത്തെ ആൾക്കാരോട് കഷ്ടപ്പെട്ട് നമ്മൾ ഇതിനെ മേടിച്ച. ഇത്ര ഉണ്ടെങ്കിലും നല്ല വെയിറ്റ് ഉണ്ടാക്കും. ഇനിയും വളരും ഈ ചക്കി. ഞങ്ങൾ ചക്കി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ബാ കേക്കൊക്കെ മുറിക്കാം കേട്ടോ. ഇങ്ങനെ 2 കയ്യിൽ ഇങ്ങനെ മേടിച്ച് ഇങ്ങനെ മുറിച്ചോണം. പേടിക്കുന്ന ചേട്ടാ, ഞാനാ മുറിക്കുന്നത്. അങ്ങനല്ല, ഇങ്ങനെ പിടി. നിനക്ക് തരാം, നിനക്കാ. ചാക്കിക്കൂട്ടനുള്ള കൊച്ചു പീസ് ഇഷ്ടപ്പെട്ടോ? താഴെ തരാം. അവിടെ നിന്ന് കഴിച്ചു കേട്ടോ. താഴെ നിന്ന് എടുക്ക് ചക്കയുടെ. എന്റെ അമ്മ ഞങ്ങളെ എടുത്തോ. ഇവിടെ നിന്ന് ഇങ്ങ് പോലെ. അമ്മയ്ക്ക് കഴിക്കാം. പിന്നെ കഴിക്കുന്നില്ല. കേക്ക് പല ആൾക്കാർക്കും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കഴിക്കുന്ന ആദ്യമായിട്ടാ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് പിടിക്ക ചാച്ചി. ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാർക്കാ, പക്ഷെ ആദ്യമായിട്ട് നമ്മുടെ കേക്ക് മുറിച്ച് കഴിക്കുന്നത് ആദ്യമായിട്ടാ. രുചിയുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? കുഴപ്പമില്ല, അല്ല. ചാച്ചി ഒരു പീസ് ആയിട്ട് കട്ട് ചെയ്തു. എല്ലാരും പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, അച്ഛൻ എന്താ വീഡിയോ വരാത്ത. ഇതാണ് നമ്മുടെ ഫാദർ. റോഡിൽ നിൽക്കുന്ന എല്ലാരും ചോദിക്കും അച്ഛനില്ലേ. നമുക്ക് ഇതാണ് ഫാദറിലോ. എങ്ങനെയുണ്ടപ്പേ അച്ചാജി? കൊള്ളാല്ലേ? താഴത്തെ പ്രസാദനോട് കൊണ്ട് കൊടുത്തിട്ട് വരാം. മധുരം കൂടുതലല്ലേ? അതാ പഞ്ചസാര സിറപ്പിന്റെ സിറപ്പ് കൊടുക്കുന്ന എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. നമ്മളായിട്ട് എന്തിനാ മുടക്കുന്ന? എല്ലാവർക്കും കൂടെ കൊടുക്കുക സിറപ്പ്. ഒരാള് കേക്കും കഴിച്ചിട്ട് ചെറിയ കൊടുത്തോളൂ. വയറിന് സ്ഥിര സുഖമില്ല, ചെറിയ പനിയുടെ കോളും ഉണ്ട്. അതുകൊണ്ട് ആളിനെ നമ്മൾ ഇവിടെ ഇരുത്തിയേക്കുവോ. ഇവിടെ നോക്കിക്കേ, ചക്കിക്കുട്ടന്റെ മുഖം എല്ലാരും കാണിക്കുന്നില്ല, നമ്മൾ കാണിക്കുന്നില്ല, ശരിക്കും മുഖം കാണിക്കുന്നില്ല. ഒരുപാട്
നമ്മളെ കാണുമ്പോൾ പരാതി പറയാറുണ്ട്. സബ്സ്ക്രൈബേഴ്സും പറയും. ഇതാണ് ഞങ്ങളുടെ ചക്കിക്കുട്ടൻ. കണ്ടാ നാടൻ പൂച്ചയാന്ന് തോന്നും, പക്ഷെ നമ്മുടെ നാട്ടുകാരനല്ല. അത് അപ്പനും അമ്മയും വിദേശിയാ. ഇദ്ദേഹം എന്തിങ്ങനെ നാടനായിപ്പോയി. നമ്മുടെ വീടിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുള്ള. അപ്പോൾ ഒരു സന്തോഷ നിമിഷം നമ്മുടെ വീടും പരിസരമൊക്കെ കാണിക്കണ്ടേ. ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മീൻകറിയും മെഴുക്കുവരട്ടി. നമ്മുടെ പറമ്പിൽ വളർന്ന പൈനാപ്പിളാ. വലിയ സൗകര്യങ്ങളൊന്നുമില്ല, കൊച്ചു വീടാ നമ്മുടെ. വിട്ടാ ചാക്കിക്കുട്ടനെ.